ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആഗമന കാലത്തിലെ അല്ലെ മംഗളവാർത്ത കാലത്തിലെ മൂന്നാമത്തെ ഞായർ, ഇതിനെ വിളിക്കുന്ന പേര് ഗൗദത്തെ സൺഡേ അല്ലെങ്കിൽ ജോയ്ഫുൾ സൺഡേ, ആനന്ദത്തിന്റെ ഒരു ഞായർ. കാരണം ഫോക്കസ് മൊത്തമായിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ചകളിൽ അവസാന നാളുകളെ കുറിച്ച്, കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ചൊക്കെ വായിച്ച് കേട്ടതിനു ശേഷം ഫോക്കസ് മുഴുവൻ ഇനി ആനന്ദത്തിന്റെ, ഉത്സാഹത്തിന്റെ, രക്ഷകനെ വരവേൽക്കാൻ സർവ്വപ്രപഞ്ചം മുഴുവൻ ഒരുങ്ങുന്നതിന്റെ ആ ഒരു ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ സഭ നമ്മളെ വിളിക്കുകയാണ്. അപ്പൊ എന്താണ് പ്രിയമുള്ളവർ ഈ ആനന്ദം? ആനന്ദവും സന്തോഷവും ഒന്നാണ്? അല്ല, ആനന്ദവും സന്തോഷവും ഒന്നല്ല. സന്തോഷം എന്ന് പറയുന്നത് ഒരു പാസിങ് ഇമോഷനാണ്, ഒരു വികാരം, കടന്നു പോകുന്ന ഒരു വികാരമാണ്. ഒരു ഐസ്ക്രീം കിട്ടുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു പുത്തൻ ഉടുപ്പ് കിട്ടുമ്പോൾ ഒരു സന്തോഷം, ഒരു 100 രൂപ എക്സ്ട്രാ കിട്ടുമ്പോൾ ഒരു സന്തോഷം. അത് എത്ര നാളുണ്ട്? ഐസ്ക്രീമിന്റെ സന്തോഷം അത് തിന്നു കഴിയുമ്പോൾ തീരും അല്ലേ? കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെ ഹൈ ടൈം ഇട്ടായി, തിന്നുമ്പോൾ എന്തിഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി, തീർന്നു. പുത്തനുടുപ്പിന്റെ സന്തോഷം അതിട്ട് കഴിഞ്ഞ് കുറച്ച് മുഷിയുമ്പോഴത്തേക്കും തീർന്നു. അതുപോലെ തന്നെ 100 രൂപ എനിക്ക് എക്സ്ട്രാ കിട്ടി, 500 രൂപ എക്സ്ട്രാ കിട്ടി, അത് ചെലവാകുമ്പോഴത്തേക്കും സന്തോഷം കഴിഞ്ഞു പോയി. എന്നാൽ ആനന്ദം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നിലനിൽക്കുന്നതാണ്. അതൊരു വികാരമല്ല, അതൊരു അവസ്ഥയാണ്, കടന്നു പോകുന്ന ഒരു ജീവിതത്തിന്റെ അവസ്ഥയാണ്. എന്തവസ്ഥയാ അത്? ദൈവസ്നേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ആനന്ദമുള്ളിടത്ത് വിഷമങ്ങളും ദുഃഖങ്ങളും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഇല്ലാതാകുന്നില്ല. ആനന്ദം ഇതിനേക്കാളൊക്കെ മീതെ ആയതുകൊണ്ട് ഇതൊന്നും നമ്മളെ അലോസരപ്പെടുത്തത്തില്ല. ദൈവസ്നേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഞാനെന്നറിയുമ്പോൾ എന്നെ വേദനിപ്പിക്കുന്ന, കാലിൽ മുള്ളുകൊള്ളുന്ന അവസ്ഥയും എന്റെ രോഗങ്ങളും എന്റെ കഷ്ടപ്പാടുകളും എന്റെ പരാധീനതകളും ഒക്കെ എനിക്ക് വളരെ തുച്ഛമായിട്ട് തോന്നും. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ല. കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്താൽ പൊതിഞ്ഞു നിൽക്കപ്പെടുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് തന്റെ കാരാഗ്രഹത്തിന്റെ, താൻ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ആ ചെറിയ കുടുസുമുറിയിൽ ഇരുന്ന് പൗലോസ് എഴുതുവാണ്, നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അതെ, വീണ്ടും നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. എവിടെയാണ് എഴുതിയത്? ജയിലുമുറിയിലിരുന്ന്, കാരാഗ്രഹത്തിലിരുന്ന് പൗലോസിലേക്ക് പറഞ്ഞാണ് സന്തോഷിക്കുക. അവിടെ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കാൻ സപ്രപഞ്ചക്കട്ടിലും എല്ലാ ലക്ഷ്യങ്ങളും ഉള്ളത് കൊണ്ടല്ല, ആ ജയിലിന്റെയും കഷ്ടപ്പാടിന്റെയും പരാധീനതകളൊക്കെയും അത് താൻ ദൈവസ്നേഹത്തിന്റെ ആഴത്തിലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ തുച്ഛമായിട്ട് പൗലോസിലേക്ക് തോന്നി. സ്നേഹമുള്ളവരെ, ഈ ഒരു ആഗമന കാലത്തില് ഈശോയുടെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞോടെ നോക്കിക്കേ. പരിശുദ്ധ കന്യാമറിയം പാടി, എന്റെ ചിത്തം എന്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സ്നാപക യോഹന്നാൻ കുതിച്ചു ചാടി എലിസബത്തിന്റെ ഉദരത്തിൽ. പ്രവാചകരായ ശിമിയോനും അന്നായും ഒക്കെ ആ കർത്താവിന് തിരിച്ചറിഞ്ഞ നിമിഷം, അവരുടെ കാത്തിരിപ്പിന്റെ ഫലം കണ്ട നിമിഷം അവർ നിർവൃതിയിലേക്ക് കടന്നു. അവരുടെ ഉള്ളിൽ അവർ നിറവുണ്ടായി. പൗലോസ് ലീഹ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ നിമിഷം ആകപ്പാടെ മാറി. നമ്മുടെ ജീവിതവും മാറണ്ടേ? ഈ ആഗമന കാലത്തിൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും സങ്കടങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും ഞാൻ എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹത്തിലാണ്, അല്ലെങ്കിൽ ആ സാന്നിധ്യം, എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ടെന്ന് അറിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അടിമുടി മാറണം. അതാണ് ഈ ഒരു ആഗമന കാലത്തിൽ നമുക്കുണ്ടാകേണ്ട മാറ്റം. ആനന്ദത്തിന്റെ ഈ ഞായറാഴ്ച നമ്മുടെ ജീവിതം ആനന്ദമാകുന്ന, നിലനിൽക്കുന്ന ഒരു ഭാവത്തിലേക്ക് കിടക്കട്ടെ. കടന്നു പോകുന്ന സന്തോഷത്തിന്റെ ഒരു നിമിഷം ഉള്ളതും അടുത്ത നിമിഷം മാറിപ്പോകുന്ന സന്തോഷമല്ല. ഏത് ദുഃഖത്തിലും ഏത് കഷ്ടപ്പാടിലും ദൈവം കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ ജീവിതം അതിനേക്കാളൊക്കെ ഉപരി വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു നിറവ്, ദൈവസ്നേഹത്താൽ പൊതിഞ്ഞു നിൽക്കപ്പെടുന്നുള്ള ബോധ്യം, അത് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് മതി എന്ന് പറയാനുള്ള ചങ്കൂറ്റം, അതാകട്ടെ ഈ ആഗമന കാലത്തിലെ നമ്മുടെ മുഖമുദ്ര. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.